നമശിവായ. നമസ്കാരം. ഗീതാ ഹൃദയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അഖണ്ഡമണ്ഡലാകാരം വ്യാപ്തം യേന ചരാചരം തൽപദം ദർശിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. നാം കഴിഞ്ഞ ദിവസം വരെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത് സാഖ്യയോഗത്തിൻ്റെ 22-ാം ശ്ലോകമാണ്. കഴിഞ്ഞ ദിവസം നാം ശ്രദ്ധിച്ചത്. അതിൽ ഭഗവാൻ അർജുനന് ഉപദേശം കൊടുക്കുന്ന ഭാഗമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞ ശ്ലോകത്തിൽ ജീർണിച്ച വസ്ത്രം മാറി പുതിയ വസ്ത്രം ധരിക്കുന്നതിന് എന്തിനാണ് അർജുന അതോർത്ത് കരയുന്നത്? അങ്ങനെ ആരെങ്കിലും കരയാറുണ്ടോ എന്നാണ്. അത് ദേഹം വിട്ടു പോകുന്നതിനെക്കുറിച്ച്, ജീവാത്മാവിനെക്കുറിച്ചാണ് ഭഗവാൻ പറഞ്ഞത്. തുടർന്ന് വരുന്ന 2-3 ശ്ലോകങ്ങൾ ഇതേ അർത്ഥങ്ങൾ തന്നെയാണ് വരുന്നത്. നമുക്ക് ശ്രദ്ധിക്കാം. ശ്ലോകം 23. നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവകഃ ന ചൈനം ക്ലേദയന്ത്യാപോ ന ശോഷയതി മാരുതഃ. ശ്ലോകം 24. അച്ഛേത്യോ അയമദാഹ്യോ അയമക്ലേത്യോ അശോഷ്യ ഏവ ച നിത്യ സർവഗതസ്ഥാണുരജലോ അയം സനാതനഃ. 25. അവ്യക്തോ അയമച്ചിന്യോ അയമ അവികാര്യോ അയമച്യുതേ തസ്മാദേവം വിദിത്വൈനം നാനുശോചിതുമർഹസി. ഇവിടെ ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയുമ്പോൾ ഇരുപത്തിമൂന്നാമത്തെ ശ്ലോകത്തിന് ദേഹധാരിയായ ഈ ജീവാത്മാവിനെ ആയുധങ്ങൾ കൊണ്ട് മുറിക്കാനോ അഗ്നി കൊണ്ട് ദഹിപ്പിക്കാനോ കഴിയില്ല. ജലത്തിനാൽ നനയ്ക്കാനോ കാറ്റുകൊണ്ട് ഈ ആത്മാവിനെ ഉണക്കുവാനോ കഴിയില്ല അർജുന എന്ന് ഭഗവാൻ പറയുന്നു. 24-ാമത്തെ ശ്ലോകത്തിൽ ഈ ആത്മാവിനെ ഛേദിക്കാനാവില്ലെന്നും തീ കൊണ്ട് അതിനെ ചൂടാനും ആവില്ലെന്നും അത് കഴിഞ്ഞ ശ്ലോകത്തിലും പറഞ്ഞല്ലോ. തീ കൊണ്ട് അഗ്നി കൊണ്ട് ദഹിപ്പിക്കാൻ കഴിയില്ല എന്നും, നനയ്ക്കാനോ ഉണക്കാനോ കഴിയാത്ത വിധം അക്ലേദ്യനും അശോഷ്യനുമാണ് ആത്മാവ്. ദേഹം മുഴുവനും തൻ്റെ ശക്തിയാൽ അത് വ്യാപിച്ചിരിക്കുന്നു. ആ ജീവാത്മാവ് സ്ഥിരനും അചലനും സനാതനനുമാണ്. 25 വരുമ്പോൾ അനാദിയും അനന്തശക്തിയുമുള്ള പരമാത്മാവ് അചിന്ത്യനാകുന്നത് പോലെയാണ് ഈ ജീവാത്മാവും. ഈ ചേതന ചിലപ്പോൾ സുപ്താവസ്ഥയിലായി തീരാം, എന്നാൽ അതൊരിക്കലും ലുപ്തമാവില്ല, അതായത് ഇല്ലാതാവില്ല. ഈ ദൃഷ്ടിയിൽ നോക്കുമ്പോൾ ആ ജീവാത്മാവ് വികാരങ്ങൾ ഏശാത്തവനാണ്. ഈ ആത്മാവിനെ നീ ഇങ്ങനെ അറിഞ്ഞാലേ നിനക്ക് മരണത്തിൽ ദുഃഖിക്കേണ്ടി വരില്ല അർജുന. ആത്മാവ് അനശ്വരമാണ്, നിത്യനാണ് എന്ന് നീ തിരിച്ചറിഞ്ഞാൽ നിനക്ക് മരണത്തിൽ ദുഃഖിക്കേണ്ടി വരുന്നില്ല. ദേഹം മാത്രമേ, നമുക്ക് കൊല്ലുന്നവരുടെ ദേഹം മാത്രമേ പോകുന്നുള്ളൂ, മരണപ്പെടുന്നുള്ളൂ. ആത്മാവ് മരിക്കുന്നില്ല എന്ന സത്യം നീ മനസ്സിലാക്കാനാണ് അർജുനനോട് ഭഗവാൻ പറയുന്നത്. മനസ്സിലേക്ക് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഗുരുപാദാരബന്ധങ്ങളിൽ സമർപ്പിക്കുന്നു. ഭഗവാന്റെ ഉപദേശം തുടർന്ന് നമുക്ക് അടുത്ത ശ്ലോകങ്ങളുമായി അടുത്ത ദിവസം ശ്രദ്ധിക്കാം. ഏവർക്കും ശാന്തിയും സമാധാനവും നിറഞ്ഞ സന്തോഷപൂർണ്ണമായ ദിവസം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുഭസുദിനം.